മോർണിംഗ് ഷോ തുടരുന്നു. ചലച്ചിത്ര താരം സണ്ണി വെയിൻ അഭിനയിക്കുന്ന വിഴിയിൽ സംഗീത ആൽബം പ്രകാശനം ചെയ്തു. ദിന്നാദ് പുത്തഞ്ചേരി, നവീൻ പോൾ രാജൻ എന്നിവരുടെ വരികൾക്ക് അശ്വജിത്ത് സംഗീതം നൽകിയിരിക്കുന്നു. ആൽബത്തിന്റെ തമിഴ് പതിപ്പിന്റെ വീഡിയോയാണ് അണിയറക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. സണ്ണി വെയിൻ ആദ്യമായാണ് ഒരു സംഗീത ആൽബത്തിന്റെ ഭാഗമാവുന്നത്. ഐശ്വര്യ രാജാണ് ആൽബത്തിലെ നായിക. അനുരാജ്, VS കൃഷ്ണൻ എന്നിവരാണ് വിഴിയിൽ സംവിധാനം ചെയ്തിരിക്കുന്നത്. കൊച്ചി ലുലു PVR ൽ നടന്ന വീഡിയോ ലോഞ്ചിൽ ചലച്ചിത്ര സംവിധായകൻ അനിൽ രാധാകൃഷ്ണ മേനോൻ മുഖ്യാതിഥിയായിരുന്നു. സച്ചിൻ വാര്യർ, ദിവ്യ എസ് മേനോൻ എന്നിവരാണ് ആലാപനം. വിശ്വജിത്ത് ഒടുക്കത്തിലാണ് ഛായാഗ്രഹണം. ഗാനത്തിന്റെ തമിഴ് പതിപ്പിന്റെ വീഡിയോയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മലയാളം പതിപ്പ് ഓൺലൈനിൽ ഡൌൺലോഡ് ചെയ്യാം. മീഡിയ വൺ, കൊച്ചി. ആൽബത്തിന്റെ സംവിധായകരായ അജു രാജും VS കൃഷ്ണനുമാണ് ഇന്ന് മോർണിംഗ് മുഖത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം ഇരുവർക്കും. ആദ്യം അജുരാജിലേക്ക്. ഒരുപാട് ആൽബങ്ങൾ, മ്യൂസിക് ആൽബങ്ങൾ ഇറങ്ങുന്ന ഒരു കാലമാണ്. അത്തരം ആൽബങ്ങളിൽ നിന്നും വിഴിയിൽ എന്ന ഈ മ്യൂസിക് ആൽബത്തെ വ്യത്യസ്തമാക്കുന്നത് എന്തൊക്കെയാണ്? എല്ലാ ആൽബങ്ങളെ പോലെ ഒരു സിമ്പിൾ സ്റ്റോറി ലൈനിൽ വരുന്ന ഒരു ആൽബമാണ്. പക്ഷെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സണ്ണി വെയിനിന്റെ ആദ്യത്തെ ഒരു ആൽബം അതാണ് ഇത്. സിമ്പിൾ സ്റ്റോറി ലൈനിൽ വരുന്ന ഒരു ആൽബമാണ്. പക്ഷെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സണ്ണി വെയിനിന്റെ ആദ്യത്തെ ഒരു ആൽബം അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇതിലേക്ക് സണ്ണി വെയിൻ എന്ന ഒരുപക്ഷെ മലയാള സിനിമയിൽ അടുത്ത കാലത്തായി ഒരുപാട് വേഷങ്ങളുള്ള ശ്രദ്ധേയമായ ഒരു താരമാണ്. സണ്ണി വെയിനെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അതായത് ഒരു ആൽബം ചെയ്യുമ്പോൾ എന്തായാലും നമ്മളൊരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ട്. ഒരു സ്റ്റാർ കാസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി റീച്ച് കിട്ടും. സോ ഈ ആൽബത്തിന്റെ സ്ക്രിപ്റ്റ് ചെയ്യുമ്പം നമ്മൾ വിചാരിച്ചൊരു സണ്ണി വെയിൻ ഒരു ആപ്റ്റായ ഒരു റോളാണ് ഇതിന്. കുറച്ച് ഫണ്ണി ആയിട്ടുള്ള റോളാണല്ലോ. അപ്പം സണ്ണി വെയിൻ കറക്റ്റ് ആപ്റ്റാണ്. അങ്ങനെയാണ് ഞങ്ങൾ സണ്ണി വെയിനെ കാസ്റ്റ് ചെയ്തത്. ഈ ആൽബം കാണുന്ന സമയത്ത് നമുക്കൊരു സിനിമാ പാട്ട് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് സാധാരണ ആൽബങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇത്തരം ഒരു ആൽബം ചെയ്യാൻ തോന്നുന്നത് വളരെ സിനിമാറ്റിക് ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നതിന്റെ സാങ്കേതിക വശമാണെങ്കിൽ സാങ്കേതിക മികവും അതിന് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു ആൽബം ഇത്രയും പെർഫെക്ഷനോടെ ചെയ്യണമെന്ന് തോന്നുന്നത്? കാര്യം മറ്റ് വഴികൾ നിങ്ങൾക്ക് നോക്കാം, അല്ലെ? ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ തന്നെ ഒരു പക്ഷേ ഷോർട്ട് ഫിലിം ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കാമായിരുന്നു. ഒരു ആൽബം ആയിരിക്കണം ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അതായത് ഞാനും കൃഷ്ണനും കൂടി സംസാരിച്ചിരുന്നു. ഞങ്ങൾക്കൊരു ഫസ്റ്റ് 2 വർഷം മുമ്പേ അക്ഷയ്ജിത്ത് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ എന്റെ അടുത്ത് വന്ന് ഒരു സോങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ കേട്ടു, ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി. അപ്പൊ ഞങ്ങളൊരു ആക്ച്വലി 1 വർഷം കഴിഞ്ഞു സോങ് റെക്കോർഡ് ചെയ്തിട്ട്. 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഷൂട്ടിംഗ് ആരംഭിച്ചത്. അങ്ങനെ ഒരു 5 മന്ത്സിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് ആൽബം എത്തുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അതായത് ഓഡിയോന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു പ്രൊഫഷണൽ ക്രൂസ് തന്നെയാണ്. അതായത് മിക്സിംഗ് ചെയ്തത് ഞങ്ങൾ ഓസ്ട്രേലിയയിലെ 301 സ്റ്റുഡിയോസിലാണ്. പിന്നെ പ്രോഗ്രാമിംഗ് റെക്സ് ജോർജ് എന്ന് പറഞ്ഞ റെക്സ് ചേട്ടനാണ്. അതുപോലെ തന്നെ ഇതിന്റെ ലിറിക്സ് ആണെങ്കിലും ദിന്നാദ് പുത്തഞ്ചേരി സാറുടെ മകനാണ്. പിന്നെ നവീൻ പോൾ രാജാണ് തമിഴ് ലിറിക്സ് ചെയ്തത്. അങ്ങനെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ചെയ്തത്. മിക്സിംഗ് എബിൻ പോൾ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് ചെയ്തത്. അതാണ് ഇത്ര ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. കൃഷ്ണൻ, ഒരുപാട് നേരത്തെ നിസ ചോദിച്ചൊരു കാര്യം അതായിരുന്നു. മ്യൂസിക് ആൽബങ്ങൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് സമീപകാലത്തായിട്ട്. ഇങ്ങനെ മ്യൂസിക് ആൽബങ്ങൾക്ക് നമ്മുടെ ന്യൂ ജനറേഷൻ ഇടയിലും ഉള്ള ഒരു സ്വീകാര്യത തന്നെയാണോ ഒരു ആൽബം എടുക്കാനുള്ള കാരണം? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ സണ്ണി വെയിനെ കാസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം
അത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങേരെ സണ്ണി വെയിനെ വെച്ച് നോക്കുമ്പോൾ അയാള് ഈ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ളൊരു ഫേസാണ്. അപ്പോൾ ഈ ആൽബം ആകുമ്പോൾ ഇതിന്റെ പ്രേക്ഷകരായാലും ആൽബം വാച്ച് ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ ഒരു യങ്സ്റ്റേഴ്സ് ആ ഒരു ഏജ് ആയിരിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു യങ്സ്റ്റേഴ്സിന് വേണ്ടി തന്നെയാണ്. ഇതിൽ സണ്ണി വെയിൻ ഓൾറെഡി സണ്ണി വെയിനെ എന്തുകൊണ്ട് കൊണ്ടുവന്നു എന്നുള്ള കാര്യം നിങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആൽബത്തിന്റെ ഒരു റീച്ച് തന്നെയാണ് അതിലൊരു ഘടകം. മറ്റു താരങ്ങളെയൊക്കെ എങ്ങനെയായിരുന്നു, അവരുടെയൊക്കെ കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു നടന്നത്? ഇതിൽ വരുന്ന സണ്ണി വെയിൻ കൂടാതെ തന്നെ ഐശ്വര്യ രാജ് ഹീറോയിൻ, പിന്നെ സണ്ണി വെയിന്റെ ബ്രദറായിട്ട് വരുന്നത് സെവിൻ സേവിയർ ആണ്. ഇവരെല്ലാവരും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ പിന്നെ ആ രീതിയിൽ തന്നെയാണ് ഞാൻ അവരെ കാസ്റ്റ് ചെയ്തത്. അവർ ആപ്റ്റാണെന്ന് തോന്നിയപ്പോൾ അങ്ങനെ ആ രീതിയിൽ കാസ്റ്റ് ചെയ്തു. മൊത്തം എത്ര പാട്ടുകളാണ് ആൽബത്തിലുള്ളത്? ആൽബത്തില് ഇപ്പോൾ വീഡിയോയിൽ കാണാൻ കഴിയുന്ന തമിഴ് സോളോ സോങ് ആയിരിക്കും. ശരിക്കും ഇതിന്റെ മലയാളം വേർഷൻ സോളോ ഉണ്ട്, രണ്ടിന്റെ ഡുവറ്റുണ്ട്. ഡുവറ്റ് പാടിയിരിക്കുന്ന സച്ചിൻ വാര്യറും ദിവ്യ എസ് മേനോനും ചേർന്ന്. അപ്പൊ അതിന്റെ ഇപ്പൊ പുറത്തിറങ്ങിയിരിക്കുന്ന തമിഴാണ്, വൈകാതെ തന്നെ അതിന്റെ മലയാളം ഇറങ്ങുന്നതായിരിക്കും. മലയാളത്തിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണോ? ഇല്ല, വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഡിസ്ട്രിബ്യൂഷൻ ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പുറത്തുവിടും. നമുക്കേതായാലും ആ പാട്ട് ഒന്നുകൂടെ കണ്ടതിന് ശേഷം കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാമെന്ന് തോന്നുന്നു. അജുരാജ്, നിങ്ങൾ കൃഷ്ണനും അജുരാജും കൂടിയിട്ടാണ് ഈ ആൽബം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും നേരത്തെ അറിയുന്ന ആളുകളാണോ? എങ്ങനെയാണ് രണ്ടുപേരും കൂടി ചേർന്നുള്ള ഇങ്ങനെ ഒരു എഫേർട്ടിലേക്ക് എത്തിയത്? ഞങ്ങള് ഒരു കോളേജ് മേറ്റാണ്. അപ്പം ഞങ്ങളിങ്ങനെ റൂമിലിരിക്കുമ്പോഴാണ് കൃഷ്ണൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്തൊരു മ്യൂസിക് ഉണ്ട്, നമുക്കൊരു മ്യൂസിക് ട്രൈ ചെയ്തൂടെ, എന്നൊരു മ്യൂസിക് വീഡിയോ ട്രൈ ചെയ്തൂടെ, കാരണം സണ്ണി വെയിൻ വെച്ചൊരു സാധനം ചെയ്തൂടെ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ സ്ക്രിപ്റ്റ് റെഡിയാക്കി. അപ്പമാണ് സണ്ണി വെയിൻ ഓൾറെഡി ഞങ്ങളെ മനസ്സിലുണ്ടായിരുന്നു, ഓൾറെഡി സ്ക്രിപ്റ്റിൽ. സോ സണ്ണി വെയിനിലേക്ക് അങ്ങനെ എത്തിച്ചേരുന്നു. അങ്ങനെയാണ് ഞങ്ങളൊരു 2-3 വർഷത്തെ പരിചയമുണ്ട്. കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ് ഞങ്ങൾ. എന്താണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള ഒരു ഫീൽഡിലേക്കുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നത്? ഞങ്ങൾ SRM-ലാണ് പഠിക്കുന്നത്, ചെന്നൈയിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സാണ് പഠിക്കുന്നത്. അപ്പം സിനിമയോട് ആദ്യം ഇൻട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്തത്. അങ്ങനെയാണ് പരിചയം. ഒരു ആൽബം ചെയ്യുമ്പോൾ ആദ്യ സംവിധാന സംരംഭമാണ്. എന്തൊക്കെയായിരുന്നു അതിന്റെ ഒരു അനുഭവം? ആരൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു? ഏത് രീതിയിലൊക്കെ ആയിരുന്നു ഷൂട്ടിങ്ങിന്റെ സമയത്ത്? എത്രത്തോളം വെല്ലുവിളിയായോ അല്ലെങ്കിൽ വളരെ ഈസിയായി തന്നെയാണോ ആ ടാസ്ക് കഴിഞ്ഞത്? ഒരിക്കലുമല്ല, ഈസി അല്ലായിരുന്നു. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എനർജീസ് നമുക്ക് കിട്ടിയിരുന്നു. നെഗറ്റീവായിട്ട് തന്നെ കൂടുതൽ കിട്ടിയിരുന്നു. ബട്ട് അതൊക്കെ ഞങ്ങൾ പോസിറ്റീവായി എടുത്ത് ആണ് ഈ ആൽബം ചെയ്തത്. ഷൂട്ടിംഗ് ഒക്കെ ഭയങ്കര ഫണ്ണായിരുന്നു, നന്നായിരുന്നു. എന്നാലും ടെൻഷൻസ് എന്തായാലും ഉണ്ടായിരുന്നു. ഈവൻ റിലീസിന്റെ അന്ന് വരെ ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു സ്വാഭാവികമാണ് എന്തായാലും. പക്ഷെ ഓവറോൾ നന്നായിരുന്നു എന്ന് തന്നെയായിരുന്നു അഭിപ്രായം. പ്രൊഡക്ഷൻ കോസ്റ്റും നിർമ്മാണമൊക്കെ എങ്ങനെയായിരുന്നു? എത്രത്തോളം സാമ്പത്തിക ചെലവ് വന്നു ആൽബത്തിന്? പ്രൊഡക്ഷൻ കോസ്റ്റ് ട്യൂബിൾസ് മീഡിയ എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ഞങ്ങളെ പ്രൊഡ്യൂസ് ചെയ്തത്. ഒരു മിഡിൽ ഈസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു 4 to 5 lakhs വന്നിട്ടുണ്ട്.
സാധാരണ രീതിയിൽ വേറൊരു സിനിമയെ സമീപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സിനിമയിൽ സഹസംവിധായകരാകാൻ വേണ്ടി സമീപിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുന്നത്തെ വർക്ക് കാണിക്കൂ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടിയാണ് ഷോർട്ട് ഫിലിം ആയാലും ആൽബങ്ങളായാലും ചെയ്യുന്നത് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാണോ നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇനിയുള്ള അങ്ങോട്ടുള്ള പ്ലാൻസ് എന്തൊക്കെയാണ്? തീർച്ചയായും ഒരു സിനിമ തന്നെയാണ് ഞങ്ങളെ സ്വപ്നം. ഞങ്ങള് 3-4 വർഷമായിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ. കുറെ വർഷങ്ങളായിട്ട്, 3-4 ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങള് സിനിമ തന്നെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലേക്കൊരു ഒരു വഴിയാണ് ഞങ്ങൾ ഈ ആൽബം എന്ന് പറയുന്നത്. സിനിമയും രണ്ടുപേരും കൂടി തന്നെ ആയിരിക്കും ചെയ്യുക. തീർച്ചയായും. ഏതായാലും ഈ പ്രണയം തന്നെയാണ് ആൽബത്തിന്റെ തീമായി ടോപ്പിക്കായി എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ മലയാളത്തിലും ഇത് തന്നെയാണോ മലയാളത്തിലേക്കും, അല്ല തമിഴിലും മലയാളത്തിലും ദൃശ്യങ്ങളിൽ മാറ്റങ്ങളുണ്ടോ? ഇല്ല, ദൃശ്യങ്ങളിലൊരു മാറ്റമില്ല. ഇതന്നെയാണ് അതിന്റെ മലയാളം വേർഷൻ. 4 വേർഷൻസ് ആണ്. അതായത് മലയാളം സോളോ, തമിഴ് സോളോ, മലയാളം ഡ്യുവറ്റ്, തമിഴ് ഡ്യുവറ്റ്. അപ്പോൾ എന്തായാലും സിനിമ തന്നെയായിരിക്കും അല്ലെ അടുത്ത പരിപാടി എന്ന് കരുതുന്നു. എന്തായാലും ഈ ഒരു ആൽബം കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു സംവിധായകന മികവ് അതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഒരു തമിഴ് സിനിമ, ഒരു തമിഴ് സോങ് ഒക്കെ കാണുന്ന ഒരു ഫീൽ തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ എന്തായാലും നിങ്ങളുടെ ഒരു ഉദ്യമം എന്തായാലും ആ രീതിയിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും വളരെ സന്തോഷം ഇന്ന് അതിഥിയായി എത്തിയതിന്. ഇനി അങ്ങോട്ടുള്ള ഈ ഒരു മേഖലയിലെ എല്ലാ ആശംസകളും നേരുന്നു.